അപ്പോൾ അവന്തിക നയനയോട് പറയുന്നുണ്ട്, ഇനി മുത്തശ്ശൻ എന്ത് തീരുമാനം എടുക്കും എന്നറിയത്തില്ല. ഇത്രയും വലിയൊരു നഷ്ടം കമ്പനിക്ക് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ മുത്തശ്ശൻ മിക്കവാറും ഒരു തീരുമാനമെടുക്കും. ഉറച്ചൊരു തീരുമാനം എടുക്കാനുള്ള ചാൻസുണ്ട്. എംഡി സ്ഥാനത്ത് നിന്ന് പോലും ചിലപ്പം ആദർശേട്ടനെ മാറ്റും എന്നൊക്കെ പറയും. അന്നേരം ആകെ വിഷമമാവുന്നു നയനയ്ക്ക്. അന്നേരം ഏട്ടത്തെ വിഷമിപ്പിക്കാൻ വേണ്ടി അല്ലാട്ടോ ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും പറഞ്ഞിട്ടങ്ങ് പോവാണ്. അത് നയനയ്ക്ക് വിഷമമാക്കി എന്ന് മനസ്സിലാക്കുന്ന അവന്തിക ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോണേ. പിന്നെ നവ്യയെ കാണിക്കുന്നുണ്ട്. നവ്യ ഭയങ്കര സന്തോഷത്തിൽ സ്വന്തം വീഡിയോ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരസ്യത്തിൽ അഭിനയിച്ചതുണ്ടല്ലോ, അതെടുത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അഭി വരുന്നത്. അഭി പറയുന്നുണ്ട്, എല്ലാവരും വിവരങ്ങളൊക്കെ അറിഞ്ഞു, ഓരോ മൂലയിലിരുന്ന് ഓരോന്ന് കരച്ചിൽ തുടങ്ങി. എനിക്ക് ഏതായാലും സന്തോഷമായി. നീ ഏതായാലും ഭാഗ്യമുള്ള ആളാണ്. നീ AN ജ്വല്ലറിയുടെ മോഡലായപ്പോൾ തന്നെ അവർക്ക് ഇത്രയും വലിയൊരു നേട്ടം ഉണ്ടായല്ലോ, അതേതായാലും നന്നായി എന്നൊക്കെ അഭി പറയുമ്പം നവ്യ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഈ വീട്ടിലെന്താ നടക്കുന്നത് എന്ന് എനിക്കൊന്ന് കാണണം. ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടാണ് ആദർശ് ഇങ്ങോട്ട് വരുന്നത്. തോറ്റ് തുന്നം പാടി വരുമ്പം മുത്തശ്ശൻ എന്ത് തീരുമാനം എടുക്കും എന്നറിയണം എന്നിങ്ങ് പറയുമ്പം അഭി പറയുന്നുണ്ട്, മിക്കവാറും മുത്തശ്ശൻ അവനെ MD സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഇടയുണ്ട്. കാരണം ഞാനൊരു തെറ്റ് ചെയ്തപ്പം എന്നെ അടിച്ച് പുറത്ത് കളഞ്ഞ മുത്തശ്ശനാണ്. അതുകൊണ്ട് ആദർശനും അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ നബി പറയും, ഏയ് അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനേക്കാൾ വലിയ തെറ്റ് ചെയ്ത ആദർശിനെ ഒന്നും പറയാതെ ചേർത്ത് നിർത്തിയ ആളാണ് നിൻ്റെ മുത്തശ്ശൻ. അതുകൊണ്ട് ഇതും ചിലപ്പം ക്ഷമിക്കും. സാരമില്ല, പോട്ടടാ മോനെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാനാണ് സാധ്യത എന്ന് പറയുമ്പം അങ്ങനെയൊന്നും ഉണ്ടാകില്ലായിരിക്കും, നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട് അഭി ഭയങ്കര പ്രതീക്ഷയിലാണ് ആദർശിൻ്റെ തകർച്ച കാണാലോ എന്നോർത്ത്. പിന്നെ കാണിക്കുന്നത് ആദർശ് തിരിച്ചു വരുന്നതാണ്. വണ്ടിയിലിരുന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങുമ്പം ആദർശ് ടെൻഷനുള്ളത് കൊണ്ടാവാം കാണുന്നത് മുത്തശ്ശന് നെഞ്ചുവേദന വന്ന് നെഞ്ചു പൊത്തി പിടിച്ചുകൊണ്ടിരിക്കുന്നതും മുത്തശ്ശൻ അടുത്ത് ചെന്നിരുന്ന് കരയുന്നതും ഒക്കെ കാണുന്നുണ്ട്. പെട്ടെന്ന് ഉണരുമ്പോഴാണ് വണ്ടിയിലാണ് എന്ന് മനസ്സിലാകുന്നത്. ഏതായാലും വീട്ടിലേക്ക് എത്തുന്നു. ഈ സമയം വീടിൻ്റെ ഫ്രണ്ട് വശത്ത് തന്നെ സങ്കടപ്പെട്ട് നയനയും ദേവയാനി ഇരിപ്പുണ്ട്. ആദർശ് ആകെ വിഷമിച്ചാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത്. പക്ഷേ ദേവയാനി ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്താടാ മോനെ സംഭവിച്ചേ എന്ന് ചോദിക്കുക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അമ്മയിൽ നിന്നും ഇതുപോലൊരു പ്രതികരണം അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. തോറ്റു തുന്നം പാടി വരുന്ന എന്നെ അമ്മ വഴക്ക് പറയുമെന്നാണ് ഞാൻ കരുതിയത് എന്ന് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, അമ്മയ്ക്കറിയാം നീ അവിടെ നിൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കി കാണുമെന്ന്, ശ്രമിച്ചു കാണുമെന്ന്. എന്നിട്ട് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കും. അന്നേരം നയനയും ചോദിക്കുന്നുണ്ട്, ഞാൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് ഫോൺ വയ്ക്കുവാണല്ലോ ചെയ്തത്, പിന്നെ വൈകിട്ടല്ലേ വിളിച്ചത്, എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോയപ്പോഴും അവിടെ പോയി ഇറങ്ങിയപ്പോഴും ഹോട്ടലിൽ ചെന്നപ്പോഴൊക്കെ നിങ്ങളെ വിളിച്ചില്ലേ, അത് കഴിഞ്ഞ് വൈകിട്ടായപ്പം ഒരു ജ്യൂസ് കൊണ്ടു തന്നു ഒരു പെൺകുട്ടി. അത് സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയുടെ PRO ആണ് എന്നാണ് പറഞ്ഞത്. ആ ജ്യൂസ് കുടിച്ച് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. നീ വിളിക്കുമ്പോൾ 11 മണിക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത്രയും നേരം ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുവാണേ. അതൊക്കെയും അവർ പറയുന്നുണ്ട്, അതിനകത്ത് എന്തോ ചതി ഉണ്ടല്ലോ എന്നൊക്കെ. അന്നേരം ആദർശ് വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശൻ എന്താ പറഞ്ഞത് എന്ന്. അന്നേരം ദേവയാനി പറയും, മുത്തശ്ശൻ ഒന്നും മിണ്ടുന്നില്ല, അമ്മ ചോദിച്ചിട്ട് പോലും ഒന്നും മിണ്ടാതെ ആകെ ദേഷ്യത്തിലിരിക്കുവാണ് എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, ഇപ്പം മുത്തശ്ശൻ്റെ അടുത്തോട്ട് പോകണ്ട, ശരിയാകിയല്ല, ആദർശനെ പിന്നെ പോയാൽ മതിയെന്ന്. അന്നേരം ആദർശ് പറയില്ല, ഞാൻ മുത്തശ്ശനെ പോയി കാണും, അങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലല്ലോ, എന്ത് സങ്കടമാണെങ്കിലും പൊട്ടിത്തെറിച്ച് അതങ്ങ് തീരട്ടെ, അല്ലാതെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, ഞാൻ തെറ്റ് ചെയ്തവനാണ്, അതുകൊണ്ട് എന്ത് ശിക്ഷ തന്നാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് റൂമിലേക്ക് പോകുന്നത്. റൂമിൽ ഈ സമയം മുത്തശ്ശൻ ആകെ ദേഷ്യം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് നടക്കുന്നു. പിന്നെ വന്നിരിക്കുന്നു. ഇത് കണ്ട് ആകെ വിഷമിച്ചിരിക്കുക മുത്തശ്ശി. അന്നേരമാണ് ആദർശ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. മോൻ വന്നോ എന്ന് മുത്തശ്ശി ചോദിക്കും. എന്നിട്ട് മുത്തശ്ശി അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, എന്താ മോനെ സംഭവിച്ചത്, മോൻ അവിടെ വിജയിച്ച് തിരിച്ചു വരുമെന്ന് മുത്തശ്ശൻ ഉറപ്പിച്ച് പറഞ്ഞതാണ്. അതുപോലെ തന്നെയായിരുന്നു ജയനും അജയനും ഒക്കെ പറഞ്ഞത്. മോനും ഇവിടുന്ന് പോയത് നല്ല ആത്മവിശ്വാസത്തോടു കൂടിയായിരുന്നല്ലോ, എന്നിട്ട് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുവാണ്. അന്നേരം ആദർശ് ആകെ വിഷമിച്ച് അകത്തേക്ക് കയറി വന്നിട്ട് പറയും, മുത്തശ്ശ ഞാൻ തോറ്റുപോയി എന്ന്. അന്നേരം മുത്തശ്ശനിങ്ങനെ ദേഷ്യപ്പെട്ട് മുഖത്തേക്ക് നോക്കും. എന്നിട്ട് എഴുന്നേറ്റിട്ട് എങ്ങനെ തോറ്റു എന്ന് ചോദിക്കുവാണ്. അന്നേരം ആദർശ് പറയും, ഞാൻ ഉറങ്ങിപ്പോയി എന്ന്. അന്നേരം ഉറങ്ങിപ്പോയി എന്നോ മനസ്സിലായില്ല എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, ഇങ്ങനെ PRO കൊണ്ടു തന്ന ജ്യൂസ് കുടിച്ചു, അതിനുശേഷം എനിക്ക് ഓർമ്മയില്ലായിരുന്നു, 11 മണി വരെ കിടന്ന് ഉറങ്ങിപ്പോയി എന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശൻ കാരണം തീർത്തോർണം കൊടുക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ചതി പുറകെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് വിട്ടത്, എന്നിട്ടും ഒരു ജ്യൂസ് കുടിച്ച് കിടന്ന് ഉറങ്ങിയിട്ട് വന്നേക്കുന്നു, ഇറങ്ങി പൊയ്ക്കോണം ഇവിടുന്ന് എന്ന് പറയും. അന്നേരം മുത്തശ്ശി അവിടെ നിന്ന് കരയുമ്പം ആദർശ് പറയും, വേണ്ട മുത്തശ്ശി സങ്കടപ്പെടേണ്ട, എന്നെ ഇതുവരെ മുത്തശ്ശൻ തല്ലിയിട്ടില്ല, ഇത് ഞാൻ അർഹിക്കുന്നുണ്ട്, കാരണം അത്രയും വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത്, അതുകൊണ്ട് മുത്തശ്ശി വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് വിഷമിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. പോയി കഴിയുമ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഈ 50 വർഷം ഈ ജ്വല്ലറി താങ്ങി നിർത്തിയത് ഞങ്ങളെല്ലാവരും കൂടിയാണ്. ഇതുവരെ ഇതുപോലൊരു അബദ്ധം, ഇതുപോലൊരു തകർച്ച മൂർത്തി ജ്വല്ലറിക്ക് ഉണ്ടായിട്ടില്ല. ജ്വല്ലറിയുടെ പാരമ്പര്യമാണ് അവൻ ഇല്ലാതാക്കിയത്, അതുകൊണ്ട് ഇറങ്ങിക്കോണം ഇവിടുന്ന് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത്
യാതൊരു മാറ്റവും ഇല്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നു. മുത്തശ്ശിക്ക് അത് കേൾക്കുമ്പോൾ വിഷമമാകുന്നുണ്ടേ. ഈ സമയം താഴെ ഇരുന്ന് ഭയങ്കര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആദർശിനെ കുറ്റപ്പെടുത്തുന്നു, ജയനും അജയനും ഒക്കെ. അജയൻ സഹിതം പറയുന്നുണ്ട് അവനോട് പലതവണ പറഞ്ഞതാണ് സൂക്ഷിക്കണം, ചതി പുറകെ ഉണ്ടെന്ന്, കഴിക്കുന്ന ഭക്ഷണത്തെ പോലും സൂക്ഷിക്കണം എന്നല്ലേ അവനോട് ഇവിടുന്ന് പറഞ്ഞു വിട്ടത്, എന്നിട്ട് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് അംഗീകരിക്കാൻ പറ്റുന്നത് എന്നൊക്കെയാണ് ജയൻ സഹിതം ജയനും അജയനും ഒക്കെ അങ്ങനെ പറയുന്നുണ്ട്. കഴിക്കുന്ന ഭക്ഷണത്തെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കുന്നതിന് മുമ്പ് വല്ല പട്ടിക്ക് വിട്ടുകൊടുത്ത് ടെസ്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗമൊന്നും അവിടെ ഇല്ലല്ലോ, വീട്ടിലെ ഫുഡും അല്ല താനും. ഏതായാലും എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ട് നവ്യ ഇറങ്ങി വരും. എന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ട്, ഇതുപോലൊരു തെറ്റ് അബിയാണ് ചെയ്തതെങ്കിൽ നിങ്ങളുടെയൊക്കെ രീതി എന്താകുമായിരുന്നു, അവൻ ഇവിടെ വെച്ച് പൊറപ്പിക്കുമായിരുന്നോ? ഇതിനേക്കാൾ വലിയൊരു തെറ്റ് അയാൾ ഒരിക്കൽ ചെയ്തതാണ്, എന്നിട്ടും അതിനെ മൂടി വെച്ച് എല്ലാവരും അയാളെ ചേർത്ത് നിർത്തുകയാണ് ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ അയാൾക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചപ്പോൾ എന്താണ് എല്ലാവരുടെയും പ്രതികരണം എന്ന് ഞാനൊന്ന് കാണട്ടെ. ഏതായാലും അർഹതയില്ലാത്ത സമയത്ത് അയാളെ ഈ കമ്പനിയുടെ എല്ലാം തലപ്പത്ത് കയറ്റി ഇരുത്തിയതല്ലേ, അമ്മാവന്മാർക്ക് പോലും അങ്ങനെ ഒരു പദവി തന്നില്ലായിരുന്നല്ലോ. മൂർത്തി ജ്വല്ലറിക്ക് കോടികളുടെ നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ എന്താണ് മറുപടി പറയാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിക്കുക കേട്ടോ. ഇതിനിടയ്ക്ക് ആദർശ് പറയുന്നുണ്ട്, ശരിയാണ്, എല്ലാവരും എന്നോട് പറഞ്ഞാണ് വിട്ടത്, എൻ്റെ പുറകെ ചതിയുണ്ട് എന്ന്. ഞാനത് ശ്രദ്ധിച്ചില്ല, അതിൻ്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഞാൻ തെറ്റ് ചെയ്തു എന്നൊക്കെ ആദർശം പറയുന്നുണ്ട്. എന്തായാലും നവ്യ ഇത്രയും കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുമ്പം അവിടെ ജലജയും അതുപോലെ അഭിയൊക്കെ നിൽപ്പുണ്ട്. അവർ ഭയങ്കര സന്തോഷത്തിലാണ്. അന്നേരമാണ് അങ്ങോട്ട് മുത്തശ്ശൻ വരുന്നത്. അന്നേരം മുത്തശ്ശനെ കണ്ടുകൊണ്ട് ജലജ നവ്യയോട്, നീ എന്തൊക്കെയോ മോളെ ഈ പറയുന്നേ എന്ന് ചോദിക്കും. അതൊക്കെ മുത്തശ്ശൻ, അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ്, ശരിയല്ലേടാ അബി എന്ന് ചോദിക്കുമ്പോൾ, അത് മുത്തശ്ശ അങ്ങനെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവൻ കിടന്ന് ഉരുളുവാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോള് പറഞ്ഞതിൽ ചെറിയൊരു മാറ്റമുണ്ട്, അവന് കഴിവില്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ കഴിവുണ്ട് എന്ന് അവൻ തെളിയിക്കാതെയല്ല അവന് ഞാൻ പദവി കൊടുത്തത്, അവൻ്റെ കഴിവ് തെളിയിച്ചിരുന്നു, പക്ഷേ ഇപ്പം അവൻ അതിന് അർഹനല്ല എന്നും തെളിയിച്ചിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് ഷെയർ മാർക്കറ്റിനെ കുറിച്ചൊക്കെ പറയുന്ന ആ ചാനൽ എടുക്കാൻ പറയും. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, മൂർത്തി ജ്വല്ലറി ഇത്രയും കാലവും ഒന്നാം സ്ഥാനത്ത് നിന്നുകൊണ്ട് മൂർത്തി ജ്വല്ലറിയിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും ഓരോ വാർത്തയും അത് എക്സ്ക്ലൂസീവായിട്ട് പുറത്തു വരും, അതുകൊണ്ട് അത് വെക്കാൻ പറയുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, മൂർത്തി ജ്വല്ലറിയുടെ ഷെയർ ഏകദേശം 30% ഇടിഞ്ഞു, AN ജ്വല്ലറിയുടേത് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഉള്ള വാർത്ത കേൾക്കുന്നു. അദ്ദേഹം ഭയങ്കര സന്തോഷമാട്ടോ ജലജയ്ക്കും അബിക്കും ഒക്കെ, അതുപോലെ നവിക്കും. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, മൂർത്തി ജ്വല്ലറിക്ക് ഇതുപോലൊരു നഷ്ടം ഇതുവരെ ഉണ്ടായിട്ടില്ല, അതുണ്ടാകാൻ കാരണം ഇവൻ ഒറ്റ ഒരുത്തനാണ്. ഇവനോട് ഇതിനു മുമ്പ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പലതവണ ഞാൻ പറഞ്ഞതാണ് നമുക്ക് ചുറ്റും ശത്രുക്കളുണ്ട് എന്ന്, അതനുസരിച്ച് പെരുമാറണമെന്ന്. എന്നിട്ടും അവൻ അത് ശ്രദ്ധിച്ചില്ല, ലാഘവത്തോടു കൂടി പോവുകയും ആ 5 വർഷത്തെ എഗ്രിമെൻ്റ് നശിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് കമ്പനിക്കുണ്ടായ നഷ്ടം ചെറുതല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട് ആദർശിനെ. ആകെ വിഷമത്തോടെ എല്ലാവരും കേട്ട് നിൽക്കുന്നു. ഈ കാണിക്കുന്ന ഉശിര് AN ജ്വല്ലറിയുടെ മോഡലായിട്ട് നവ്യ പോയപ്പോൾ ഇങ്ങർക്കില്ലായിരുന്നു, അടച്ചു വെച്ചേക്കുമായിരുന്നു. ആദർശിനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുകയും നവ്യ പറയുമ്പോൾ അതിനെ നവ്യെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, ഇപ്പം നീ കാണിച്ച ഈ പ്രവൃത്തി കൊണ്ട് കമ്പനിക്ക് നഷ്ടമുണ്ടാക്കുക മാത്രമല്ല ചെയ്തത്, എൻ്റെ ഹൃദയത്തെ നീ കീറി മുറിക്കുകകൂടിയാണ് ചെയ്തത് എന്ന് പറയുവാണ്. അത് കേൾക്കുന്നതെങ്കിലും ഭയങ്കര സന്തോഷമാട്ടോ അബിക്ക്. അബിയുടെ മുഖം പൂത്തിരി പോലെ കത്തി നിൽക്കുവാണ്. ആദർശ് ആകെ വിഷമിച്ച് മുത്തശ്ശനെ ആ വാക്കുകൾ കേട്ട് നിൽക്കുന്നു. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ അതിനകത്ത് ചെറിയ പ്രമോ പോലെ ചെറിയൊരെണ്ണം കാണിക്കുന്നുണ്ട്. ആദർശ് വീട് വിട്ടിറങ്ങുവാണ്. ഇനി മുത്തശ്ശൻ്റെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ഇനി ഇവിടെ നിൽക്കാൻ ഞാൻ അർഹനല്ല എന്ന് പറഞ്ഞ് ആദർശ് വീട് വിട്ടിറങ്ങുന്നു. ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് നയന പുറകെ പോകുന്നുണ്ട്. അതുപോലെ ദേവയാനും ഒരുപാട് വിഷമത്തിലാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞ് വീട് വിട്ടിറങ്ങുന്ന ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശ് അതിനു മുമ്പ് നയനോട് പറയുന്നുണ്ട്, മുത്തശ്ശൻ പറഞ്ഞ വാക്കുകളെല്ലാം കേട്ട് ഇനി അവിടെ എനിക്ക് തുടരാൻ സാധിക്കില്ല. അപ്പം MD സ്ഥാനവും വീട്ടിൽ നിന്നും ഒക്കെ എല്ലാം ഉപേക്ഷിച്ച് ആദർശ് വീട് വിട്ടിറങ്ങുന്നു. പിന്നെ നയന ഗർഭിണിയാണല്ലോ, ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് പൊട്ടിക്കരയുന്നൊക്കെ ഉണ്ട്. അതുപോലെ അകത്ത് വന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മുത്തശ്ശനോട്, ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, എന്താ നിങ്ങൾ മിണ്ടാത്തെ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ കട്ടക്കലിപ്പിലിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെയൊരു നാടകം നടത്തിയിട്ട് മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യാനാണോ ആദർശ് പുറത്തേക്ക് മാറി നിൽക്കുന്നത് എന്നും അറിയത്തില്ല. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്.